നമുക്ക് നല്ലൊരു ദം ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ ബിരിയാണി ചെമ്പ് ചൂടായപ്പോൾ കുറച്ച് നെയ്യും ആവശ്യത്തിന് ഓയിലും ഒഴിച്ചു കൊടുത്തു. ഞാൻ പട്ട, ഗ്രാമ്പു, പുതിനയില വഴറ്റി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചെറിയുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. അത് നന്നായി ഇളക്കി കൊടുത്തു. ശേഷം സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായി നമ്മൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി കുക്കായി വരുമ്പോൾ നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് പുതിനയില കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ നമുക്ക് ചേർക്കാം. നന്നായി വണങ്ങിയ ശേഷം കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൊടി, ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി കുക്കായി വരുമ്പോൾ നമുക്ക് ബിരിയാണി അരി എടുത്ത് വെച്ച അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം ബിരിയാണി അരി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി അരിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം മറിച്ച് വെച്ച് വേവിക്കാം. നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും, എന്നിട്ട് കുറച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരി കുറച്ച് കുക്കായ ശേഷം നമ്മൾ ചിക്കൻ മുളകൊക്കെ തേച്ച് ഒന്ന് മസാല പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ ഇതുപോലെ മൊരിച്ചെടുക്കാം. അതേ എണ്ണയിൽ തന്നെ കുറച്ച് സവാള നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്ക് വറുത്തെടുക്കാം. ബിരിയാണി ദമ്മിടുന്നതിന് മുമ്പ് നമുക്ക് ഈ വറുത്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ആദ്യം സവാള ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് എന്താണ് നമ്മൾ വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണ അത് നെയ്യും എണ്ണയും ചേർത്തിട്ട് മിക്സ് ചെയ്താണ്. അപ്പോൾ അത് നമ്മളിതിൻ്റെ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കണം. കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ദമ്മിടാൻ പോവാണ്. നല്ല ദോശക്കല്ല് ചൂടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ബിരിയാണി അങ്ങോട്ട് റെഡി ആയിരിക്കുകയാണ്. ദം ബിരിയാണി റെഡി ആയിരിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണിനോട് കഴിക്കാൻ വേണ്ടി ചിക്കൻ വരട്ടിയത്, സലാഡ്, എഗ്ഗ്, പിന്നെ പൈനാപ്പിൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.